ഒരു മഴ വന്നതാണ് എല്ലാവർക്കും ഓർമ്മയുള്ളത്. പിന്നെ ഒരാഴ്ച നീട്ടം അവധിയായിരുന്നു കേസ്. ഇന്ന് അവധിയൊന്നുമില്ല, കോളേജിൽ പോണം ബിക്കോസ് മഴയെല്ലാം കഴിഞ്ഞിട്ടോ. അങ്ങനെ രാവിലെ ചപ്പാത്തിയും ഗ്രീൻ പീസും കഴിച്ചിട്ട് നമുക്ക് നേരെ കോളേജിൽ പോവാന്നേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻഫ്ലുവൻസർ കപ്പിൾസിനെ പറ്റി ഞാനൊരു റൂമർ കേട്ടെന്ന്. എനിക്കത് ഫേക്ക് ആണെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം, ബിക്കോസ് പല ആൾക്കാരും അത് ഫേക്ക് ആണെന്നും റിയൽ ആണെന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫേക്ക് ആണോ അതോ റിയൽ ആണെന്നാണോ? പിന്നെ ഈ വരുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ ഉറവ പൊട്ടി ഒലിച്ചു വരുന്ന വെള്ളമാണ്. ഇത് എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മഴ പോയാലും ഒരു 3-4 മാസം ഇതിങ്ങനെ ഒഴുകി പൊക്കോണ്ടേയിരിക്കും. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഇതാ നമ്മൾ നമ്മുടെ സ്വന്തം ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ KSRTC ബസ് വന്നു. ഞാൻ നേരെ കോളേജിൽ പോയി. അത് കഴിഞ്ഞപ്പോ ഇപ്പോ വൈകുന്നേരമാണ് ഗൈസ്. ഇത് നമ്മുടെ കോളേജിന്റെ അടുത്തുള്ളൊരു കുളമാണ്. ഇതിപ്പോ ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റും, പക്ഷെ ഒരു 1-2 മാസം കഴിയുമ്പോൾ ഇത് മൊത്തം അങ്ങോട്ട് പറ്റിപ്പോകുന്നു. പിന്നെ ഇതിനകത്ത് മീനൊന്നും ഞാൻ കണ്ടിട്ടില്ല, പകരം ഇഷ്ടം പോലെ പാമ്പിനെ കണ്ടുണ്ട്. നമ്മുടെ ബസ്സിനകത്ത് കുട്ടികൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും വുമൻസിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാ ഒരു ബോയ്ക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്നും ഇല്ലാത്ത? അത് ഉണ്ടോ എന്താ എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് കടയിൽ കയറി ഒരു കൂട് ബ്രെഡ് അങ്ങ് വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പോ വറുത്ത് തിന്നാന്ന്. നിങ്ങൾ ആഫ്രിക്കൻ ഒച്ചിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവനാണ് ആഫ്രിക്കൻ ഒച്ച്. ഇവൻ മെനഞ്ചൈറ്റിസ് ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കനാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇതിനെ കള്ളനായിട്ട് ഭയങ്കര പാടുപെടുന്നുണ്ട്. ഇതിനെ എത്ര കൊന്നാലും ഇത് വീണ്ടും ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇതിനെ കാണുമ്പോൾ ഭയങ്കര അറപ്പ് തോന്നും, ബിക്കോസ് ഇത്ര ഞങ്ങളുടെ കൂട്ടം കോഴിയാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം കൊന്ന് ഞങ്ങൾ മടുത്തു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക്, സപ്പോർട്ട്, കമന്റ്. അപ്പോ അത്രേ ഉള്ളന്നേ. അപ്പൊ ഞാനൊന്ന് പോയി കിടക്കട്ടെ ഗൈസ്.